മെയ് 4 ഏതായാലും എക്സിറ്റ് പോളിൽ റിസൾട്ട് വരും. അപ്പോൾ ആ റിസൾട്ട് വരുമ്പോൾ ഞാൻ പ്രതീക്ഷിക്കുന്ന കുറേ മണ്ഡലങ്ങളുണ്ട്. ഏതായാലും ഒരു മാസത്തോളമായി നമ്മൾ കാത്തിരിക്കുന്നുണ്ട്. അപ്പോൾ മെയ് 4 പെട്ടി പൊട്ടിക്കുമ്പോൾ UDF ആണോ LDF ആണോ സതീശനാണോ അത് പിണറായി ആണോ മുഖ്യമന്ത്രി ആവുക എന്നുള്ള കാര്യത്തിൽ ക്ലാരിറ്റി ഏതായാലും 2 ദിവസം കൂടി കാത്തിരുന്ന് നമുക്ക് മനസ്സിലാവും. പക്ഷേ ഞാൻ പ്രതീക്ഷിക്കുന്ന ചില ഹോട്ട് മണ്ഡലങ്ങളുണ്ട്. അതിലൊക്കെ ആരായിരിക്കും വിജയിച്ചു വരിക? ആ പ്രധാനപ്പെട്ട ഞാൻ കാത്തിരിക്കുന്ന റിസൾട്ട് അതിന് പലവിധ കാരണങ്ങളുണ്ട്. അപ്പോൾ ആ മണ്ഡലങ്ങൾ ഏതൊക്കെയാണെന്നാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ പ്രധാനമായിട്ട് പറയാൻ പോകുന്നത്. ഡെഫിനറ്റ്ലി ഞാൻ ഇപ്പോൾ മലപ്പുറത്തുള്ള ഒരാളായതുകൊണ്ട് മലപ്പുറത്ത് ഞാൻ പ്രതീക്ഷിക്കുന്ന ഒരു റിസൾട്ട് ഒരു 15:1 എന്നുള്ള ആ ഒരു മെത്തേഡിലായിരിക്കും. അതായത് 15 സീറ്റോളം UDF നേടും, ഒരു സീറ്റ് LDF നേടാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ ആ ഒരു സീറ്റ് പൊന്നാനി ആവാനുള്ള സാധ്യതയാണ് കൂടുതൽ. അതോടൊപ്പം തന്നെ ഞാൻ പിന്നെ മലപ്പുറത്ത് പ്രതീക്ഷിക്കുന്ന അല്ലെങ്കിൽ ഏതൊക്കെ റിസൾട്ടാണ് മാറ്റം വരിക എന്ന് പ്രതീക്ഷിക്കുന്നത് തിരൂർ താനൂർ. ഇപ്പോൾ നമ്മുടെ മന്ത്രി അബ്ദുറഹ്മാൻ താനൂർ വിട്ട് തിരൂർക്കൊക്കെ പോയിട്ടുണ്ട്. പ്രത്യേകിച്ച് അതിൽ കാര്യമൊന്നും ഉണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിൽ കുറേ ആൾക്കാർ ഹൈപ്പ് കൊടുക്കുന്നത് കാണുന്നുണ്ട്. എനിവേ അതിലൊന്നും കാര്യം റിസൾട്ട് ഉണ്ടാവില്ല. പിന്നെയുള്ള പ്രധാനപ്പെട്ട ഒരു മണ്ഡലം തവനൂരാണ്. തവനൂർ KT ജലീൽ തോൽക്കോ അതോ മലപ്പുറത്തിലെ കോൺഗ്രസിൻ്റെ DCC പ്രസിഡന്റ് ആയിട്ടുള്ള ജോയ് ജയിക്കോ എന്നുള്ളതാണ് പ്രധാനമായിട്ട് നോക്കുന്നത്. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട ഒരു കാരണം മലപ്പുറത്ത് എന്ന് പറഞ്ഞാൽ ഒരു മുസ്ലിം ഡൊമിനേറ്റഡ് ആയ റീജിയനാണ്. അവിടെ ജലീലിന് പകരം ഒരു ക്രിസ്ത്യൻ സ്ഥാനാർത്ഥിയാണ് സത്യത്തിൽ കോൺഗ്രസ് അവതരിപ്പിച്ചിട്ടുള്ളത്. എന്നാലും ജോയ് എന്ന് പറഞ്ഞാൽ ഒരു സെക്കുലർ ഫാബ്രിക് ഉയർത്തിപ്പിടിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയാണ്. അപ്പോൾ മലപ്പുറത്ത് അത് എങ്ങനെയാണ് അത് വരുന്നത് എന്ന് ആകാംക്ഷയോട് കൂടിയാണ് കാത്തിരിക്കുന്നത്. എന്തെങ്കിലും സാധാരണ സ്ഥാനാർത്ഥികളെ പണ്ട് കാലത്തും നമ്മൾ ഉമ്മൻചാണ്ടിനെയും അതുപോലെ മാണി സാറിനെയും അവരൊക്കെ പറയുമ്പോൾ ആള് ക്രിസ്ത്യൻ സ്ഥാനാർത്ഥിയാണ് അല്ലെങ്കിൽ മുസ്ലിം സ്ഥാനാർത്ഥിയാണ് എന്നുള്ള ഒരു ആംഗിളല്ല പറയാം. അവരൊക്കെ ഒരു സെക്കുലർ ഐഡിയോളജി മുന്നോട്ട് വെക്കുന്ന സ്ഥാനാർത്ഥികളാണെന്നുള്ളൊരു ഐഡിയ നമ്മൾ കൊണ്ടുവരാം. പക്ഷേ ഇപ്പോൾ വയലൻ്റ് ആയിട്ട് നമ്മൾ സ്ക്രിപ്റ്റഡ് മീഡിയാസ് 24/7 മീഡിയാസ് ഒക്കെ പറയുന്നത് ഹിന്ദു ആണോ മുസ്ലിം ആണോ SC ആണോ ST ആണോ നായരാണോ ഇങ്ങനെയുള്ള ഒരു ക്ലാസിഫിക്കേഷൻ വന്നുകൊണ്ടാണ് ആ ഒരു മണ്ഡലം ഒരു ഹോട്ട് മണ്ഡലമായി മാറുന്നത്. എനിവേ ഞാൻ പ്രതീക്ഷിക്കുന്നത് VS ജോയ് ജയിക്കുന്നുള്ളതാണ്. പിന്നെ മലപ്പുറത്ത് ഞാൻ കാര്യമായിട്ടുള്ള അവകാശവാദങ്ങളോ മലപ്പുറത്ത് ഇനി എന്തെങ്കിലും പ്രഡിക്ഷൻ ഒന്നും വരുത്തുന്നതിന് പ്രത്യേക കാര്യമൊന്നുമില്ല. അത് അങ്ങനെയൊക്കെ തന്നെയാണ് റിസൾട്ട് വരിക. പിന്നെ ഏറ്റവും ഹോട്ടസ്റ്റ് ആയിട്ടുള്ള ജില്ലയായിട്ട് ഞാൻ കണക്കൂട്ടുന്നത് കോഴിക്കോടാണ്. കോഴിക്കോടിൽ സാധാരണ കോൺഗ്രസിന് ആക്ച്വലി അവിടെ ഒരു MLA പോലും ഇല്ലാത്തൊരു സിറ്റുവേഷനാണ് കഴിഞ്ഞൊരു 10-20 വർഷമായിട്ട്. അപ്പോൾ അവിടെ കോഴിക്കോട് എന്ത് ഇമ്പാക്റ്റാണ് ഉണ്ടാക്കാൻ പോകുന്നത്, കോഴിക്കോടിൽ ഏതൊക്കെ സ്ഥാനാർത്ഥികൾ ജയിക്കും, അത് ഞാൻ സത്യം പറഞ്ഞാൽ നല്ല കാത്തിരിപ്പോടു കൂടി കാണുന്ന ഒരു ഇലക്ഷൻ റിസൾട്ടായിരിക്കും. ഇപ്പോൾ പല പ്രീ പോൾ അനാലിസിസ് ഒക്കെ പറയുന്നത് പോസ്റ്റ് പോൾ അനാലിസിസ് ഒക്കെ പറയുന്നത് കോഴിക്കോട് ഏകദേശം 8-9 സീറ്റോളം കോൺഗ്രസും UDF പിടിക്കുന്നൊക്കെയാണ്. അപ്പോൾ അങ്ങനെയൊക്കെ സംഭവിക്കണമെന്നുണ്ടെങ്കിൽ ശക്തമായ ഭരണവിരുദ്ധ വികാരം ഉണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അങ്ങനെ ഏതൊക്കെ സീറ്റുകളാണ് സത്യത്തിൽ പിടിക്കാൻ സാധ്യതയുള്ളത് എന്നൊക്കെയാണ് ഞാൻ ഈ വീഡിയോ പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട ഒരു മത്സരം നടക്കുന്നത് ബേപ്പൂരാണ്. ബേപ്പൂർ അൻവറും അതുപോലെ മന്ത്രി റിയാസും. അപ്പോൾ എൻ്റെ പ്രൊഡിക്ഷൻ ഇവിടെ മന്ത്രി റിയാസ് തന്നെ ജയിക്കാനാണ് സാധ്യത. നല്ല അത്യാവശ്യം നന്നായി പ്രവർത്തിച്ചൊരു മന്ത്രിയാണ്. പക്ഷെ ബേപ്പൂർ അൻവറിൻ്റെ വാഗ്വാദങ്ങളൊക്കെ ഒരുപാട് നടന്നൊരു മണ്ഡലമാണ്. കാരണം മൊട്ടയടിച്ച് കടുക്കനിട്ട് നടക്കുന്നൊക്കെയാണ് തോറ്റു കഴിഞ്ഞാൽ അൻവർ ബെറ്റ് വെച്ചേക്കുന്നത്. ഏതായാലും ബെറ്റ് റിയാസ് സ്വീകരിക്കാത്തതുകൊണ്ട് അതിൽ കാര്യമായ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ഏതായാലും അൻവർ വളരെ നേരത്തെ തന്നെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള മത്സരത്തിന് ഒരുങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിലെന്തെങ്കിലും മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയുമോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. സത്യത്തിൽ കാര്യമായ മാറ്റമൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല. കാരണം കഴിഞ്ഞ തവണ CPM അത്യാവശ്യം അടിത്തറുള്ള മണ്ണാണ്. 28,000 വോട്ടിൻ്റെ ഭൂരിപക്ഷമൊക്കെയാണ്. അതൊക്കെ മറിച്ചിടാൻ അൻവർ വിചാരിച്ചാൽ നടക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട മണ്ഡലം കുറ്റ്യാടിയാണ്. കുറ്റ്യാടിയൊക്കെ വേണമെങ്കിൽ UDF കിട്ടാവുന്ന മണ്ഡലമാണ്. 300ഓളം വോട്ടിന് മാത്രം ഭൂരിപക്ഷത്തിലാണ് കഴിഞ്ഞ തവണ പാലക്കൽ അബ്ദുള്ള ഒക്കെ മിസ്സായത്. അപ്പോൾ ഡെഫിനറ്റ്ലി അതൊരു ഹോട്ട് മണ്ഡലമാണ്. കുറ്റ്യാടിയിലൊക്കെ എന്ത് സംഭവിക്കുന്നു, ലീഗിനെ കിട്ടുമോ എന്നുള്ള കാര്യത്തിലൊക്കെ എന്തായാലും കിട്ടും തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എന്നാലും നമുക്കൊരു ആകാംക്ഷ ഉണ്ടാവുമല്ലോ. പിന്നെ മറ്റൊന്ന് നാദാപുരമാണ്. നാദാപുരം ആക്ച്വലി ഒരു 4,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് കഴിഞ്ഞ തവണ ജയിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത്തവണ അഭിജിത്തിനെയാണ് കോൺഗ്രസ് ഇറക്കിയിട്ടുള്ളത്. യുവ KSUവിൻ്റെയും യൂത്ത് കോൺഗ്രസിൻ്റെ ഒക്കെ മുഖമായി വന്ന ഒരു ചെക്കനാണ്. അപ്പോൾ അഭിജിത്തിനെ സ്കോർ ചെയ്യാൻ കഴിയുമോ എന്നറിയില്ല. പിന്നെ മറ്റൊരു മണ്ഡലം കൊയിലാണ്ടിയാണ്. കൊയിലാണ്ടി ഏകദേശം 8,000 വോട്ടോളം ഭൂരിപക്ഷമുള്ള ഒരു മണ്ഡലമാണ്. പക്ഷേ കഴിഞ്ഞ ലോക്കൽ ബോഡീസിലെ ഇലക്ഷൻ്റെ മാത്രം ഒരു കാൽക്കുലേഷനിലാണെന്നുണ്ടെങ്കിൽ UDFന് എഡ്ജുള്ള മണ്ഡലമാണ്. പക്ഷേ അവിടെ DCC പ്രസിഡൻ്റ് ആയിട്ടുള്ള പ്രവീൺ കുമാറൊക്കെയാണ് മത്സരിക്കുന്നത്. എനിവേ
അത് കിട്ടുമോ ഇല്ലേ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമുണ്ട്. കൊയിലാണ്ടി അത്യാവശ്യം LDFിൻ്റെ കോട്ട തന്നെയാണ്. എന്നാലും 8000 വോട്ട് ഒക്കെ വേണമെങ്കിൽ മറികടക്കാം UDFന് സാധ്യതയുള്ള മണ്ഡലമാണ്. പിന്നെ മറ്റൊന്ന് പേരാമ്പ്ര. നമുക്കറിയാം LDFിൻ്റെ കൺവീനറും പിന്നെ ഫാത്തിമ തെഹ്ലിയും അത്യാവശ്യം നന്നായി മത്സരിച്ച മണ്ണാണ്. അപ്പോൾ പേരാമ്പ്ര ആക്ച്വലി കഴിഞ്ഞ തവണ കൺവീനർ ജയിച്ചിട്ടുള്ളത് LDFിൻ്റെ കൺവീനർ ജയിച്ചിട്ടുള്ള 22,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ്. അവിടെ അത്യാവശ്യം നന്നായി ഓളുണ്ടാക്കിയിട്ടുണ്ട്. ജയിക്കുകയാണെങ്കിൽ തന്നെ ഞാരോ മാർജിനിലായിരിക്കും ജയിക്കുക എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. പക്ഷെ അത് ഫാത്തിമ തെഹ്ലിക്ക് അത് പിടിച്ചടക്കാൻ കഴിയുകയാണെന്നുണ്ടെങ്കിൽ അത് LDFിനെതിരെയുള്ള വ്യാപകമായ ഒരു ഭരണവിരുദ്ധ വികാരം ഉണ്ടെന്ന് തെളിയിക്കുന്ന ഒരു മണ്ഡലമാണ് സത്യത്തിൽ. അപ്പോൾ അതിൽ എന്ത് സംഭവിക്കുന്ന കാര്യത്തിൽ ആകാംക്ഷ ഉണ്ട്. പിന്നെ മറ്റൊന്ന് ബാലുശ്ശേരിയാണ്. അതും ബാലുശ്ശേരി എലത്തൂരൊക്കെയാണ്. അതൊക്കെ 20,000, അത് 38,000 ഭൂരിപക്ഷം എലത്തൂർ. ശശീന്ദ്രൻ 38,000 ഭൂരിപക്ഷമൊക്കെയാണ് ഉള്ളത്. അതൊക്കെ മറിച്ചിടാനൊന്നും UDFന് കഴിയാനൊരു സാധ്യതയില്ല. ഓക്കെ. പിന്നുള്ളത് കോഴിക്കോട് നോർത്തും സൗത്തുമാണ്. സൗത്തിൽ ഏതായാലും നമ്മുടെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ അഡ്വക്കേറ്റ് ഫൈസൽ ബാബു ആണ് മത്സരിക്കുന്നത്. ഒരു പൊട്ടൻഷ്യലുള്ള കാൻഡിഡേറ്റ് ആണ്. ഏതായാലും ജയിക്കാനുള്ള സാധ്യത കൂടുതലാണ്. കഴിഞ്ഞ തവണ ഒരു 10,000-ഓളം ഭൂരിപക്ഷം ഉണ്ടെന്ന് പറഞ്ഞാലും ഫൈസൽ ബാബു തന്നെ ജയിക്കുമെന്നാണ് പ്രഡിക്ഷനൊക്കെ കാണുന്നത്. പിന്നുള്ളത് കൊടുവള്ളി തിരുവമ്പാടിയാണ്. തിരുവമ്പാടിയും അതുപോലെ ഹോട്ട് സീറ്റാണ്. കാരണം കാസിമും പിന്നെ അതുപോലെ ലിൻഡോ ജോസഫ് ആണെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ഇവിടെയും ഈ ഒരു കൈൻഡ് ഓഫ് മത ധ്രുവീകരണം നടന്നിട്ടുണ്ടെന്നുള്ള നമുക്ക് ഒരു വ്യക്തമല്ല. കാരണം UDF മണ്ഡലമാണ്. പക്ഷേ ക്രൈസ്തവ സഭകളുടെ ഒരു നോമിനി ആയിട്ടാണ് ലിൻഡോ ജോസഫ് വരുന്നത്. അപ്പോൾ ആ സ്ഥിതിക്ക് തിരുവമ്പാടിയിൽ നിന്ന് കാസിമിന് ജയിച്ചു വരാൻ കഴിഞ്ഞാൽ നമ്മുടെ കേരളം ഇപ്പോഴും സെക്കുലർ ആയിട്ട് തന്നെയാണ് നിൽക്കുന്നത് എന്നുള്ളൊരു മെസ്സേജ് പാസ് ചെയ്യാൻ കഴിയും. കാരണം നമ്മുടെ നാട്ടിൽ ക്രിസ്ത്യൻ സ്ഥാനാർത്ഥിയാണോ മുസ്ലിം സ്ഥാനാർത്ഥിയാണോ നിർത്തി അവരാണ് ജയിക്കുന്നത് ഇവരാണ് ജയിക്കുന്നത് എന്നുള്ള രൂപത്തിലല്ല, ഐഡിയോളജികൾ തമ്മിലാണ് മത്സരം നടക്കുന്നത്. അപ്പോൾ ജോയിക്ക് തവനൂരും അതുപോലെ കാസിമിന് തിരുവമ്പാടിയൊക്കെ മത്സരിച്ച് ജയിക്കാൻ കഴിയുകയാണെന്നുണ്ടെങ്കിൽ ശക്തമായ ഒരു മെസ്സേജ് തന്നെ ആയിരിക്കും കൊടുക്കുന്നുണ്ടാവുക. പിന്നെ ഈ കോഴിക്കോട് മണ്ഡലത്തിലല്ലാത്ത പ്രധാനപ്പെട്ട ഹോട്ട് ഫൈറ്റ് നടക്കുന്ന സ്ഥലം ഒന്ന് സണ്ണി ജോസഫും ശൈലജയും തമ്മിലാണ്. അതിൽ ആരും ജയിക്കുന്നതാണ്. സണ്ണി ജോസഫ് ജയിക്കാനുള്ള സാധ്യതയാണ് ഉള്ളത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ശൈലജ അതോടുകൂടി തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ നിന്ന് താൽക്കാലികമായെങ്കിലും അപ്രത്യക്ഷമാവാനുള്ള സാധ്യതയാണുള്ളത്. വല്ല മട്ടന്നൂരിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ 10,000 വോട്ടിന് ഭൂരിപക്ഷത്തോടു കൂടി വീണ്ടും നിയമസഭ കാണാനുള്ള സാധ്യത ഉണ്ടായിരുന്നു. പിന്നെ മറ്റൊന്ന് കൊച്ചിയാണ്. കൊച്ചിയും ഇതുപോലെ ഷിയാസ് അതുപോലെ മാക്സി. അപ്പോൾ ഇവിടെ എന്താണ് സംഭവിക്കുക എന്നുള്ള കാര്യത്തിൽ ഒരു ആശങ്ക ഒരു കാര്യമായിട്ട് നോക്കുന്നുണ്ട്. ഷിയാസ് ഒരു വൈബ്രൻ്റ് ആയ DCC പ്രസിഡന്റാണ്. അപ്പോൾ അവിടെയും ഈ ക്രിസ്ത്യൻ അതുപോലെ ഈ ഒരു സാധനം ഉണ്ടല്ലോ, ഒരു മുസ്ലിം സ്ഥാനാർത്ഥിയാണ്, കൂടുതൽ ക്രിസ്ത്യാനിറ്റി കൂടുതലുള്ള ഒരു മണ്ഡലത്തിൽ മത്സരിക്കുമ്പോൾ അതൊക്കെ ജയിച്ചു വരാൻ കഴിയുമോ അതോ അവർ തോൽപ്പിക്കപ്പെടുമോ എന്നുള്ള കാര്യത്തിലൊക്കെ എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ പോകുന്നത് എന്നുള്ള കാര്യത്തിൽ നമുക്ക് നോക്കാനുണ്ട്. പിന്നെ മറ്റൊന്ന് ആറന്മുളയാണ്. ഈ ആറന്മുളയിൽ നമ്മളെ പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികളായി വരുന്നത് അബിൻ വർക്കിയും അതുപോലെ വീണ ജോർജുമാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയ പരാജയം വീണ ജോർജ് ആരോഗ്യമന്ത്രിക്കെതിരെയാണ്. ആരോഗ്യമന്ത്രി കത്തില് കുടുങ്ങിയതും അല്ലാതെയുമായ നിരവധി കേസുകൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ കോട്ടയത്ത് നമ്മുടെ ചാണ്ടിയുമ്മൻ്റെ മണ്ഡലത്തിൽ ഒരു ബിൽഡിങ് പൊളിഞ്ഞാടി ഒരു പെണ്ണ് മരിച്ചൊരു കേസ് വരെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം ഡാമേജ് ഉണ്ടാക്കിയ ഈ മന്ത്രിസഭയ്ക്ക് അത്യാവശ്യം ഡാമേജ് ഉണ്ടാക്കിയ ഒന്നാണ് വീണ ജോർജ്. ഭർത്താവ് തന്നെ വരെ മത്സരിപ്പിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിവേ ആറന്മുളയിൽ അബിൻ വർക്കിക്ക് ജയിച്ചു വരാൻ കഴിയുമെന്നുള്ളതും ഞാൻ ഫേവറേറ്റ് ആയിട്ട് കാണുന്ന ചില മണ്ഡലങ്ങളാണ്. എനിവേ ഭാഗ്യമുള്ളവർ ജയിക്കട്ടെ. നമുക്കൊരു തെരഞ്ഞെടുപ്പിൽ ഇനി ചിലപ്പോൾ UDF ആണോ LDF ആണോ വരികയെന്ന് തമ്പുരാനറിയാം. ഏതായാലും നമുക്ക് മെയ് 4 വരെ പൊട്ടിക്കുന്നവരെ കാത്തിരിക്കാം.